ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് സുഖമാണ് മോളെ? ദൈവാനുഗ്രഹം കൊണ്ട് പരിപൂർണ സുഖം. കൂട്ടിന് വത്സല ചേച്ചി കൂടെ വന്നതോടെ സമയം പോകുന്നില്ല എന്നുള്ള പരാതിക്ക് പരിഹാരമായി. നന്നായിട്ടുണ്ട്. വന്ദനമോളാണല്ലോ. പറമോളെ. അച്ഛൻ എവിടെയാ? വീട്ടിലാണോ? അതെ മോളെ, വീട്ടിലാ. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? ഭാര്യയും ഭർത്താവും അടിയൊന്നും ഉണ്ടാക്കാതെ സന്തോഷായിട്ടിരിക്കുന്നോ? ചില്ലറ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഇല്ലാതില്ല. എന്നാലും ഹരിതം മൊത്തത്തിലൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഒതുങ്ങണല്ലോ. സ്വന്തം അപ്പച്ചിയല്ലേ അവളെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി മറ്റൊരു പുരുഷനെ കൊണ്ട് താലി കെട്ടിക്കാൻ ശ്രമിച്ചത്. തക്ക സമയത്ത് ജഗനും ഞാനും ചെന്നില്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായനെ. ആ സംഭവം ഹരിതയ്ക്ക് വല്ലാതെ ഷോക്കായിരിക്കാം. ഞങ്ങളും ആകെ ടെൻഷനില്ല മോളെ. കുറുപ്പിന്റെ വീട്ടില് ആനന്ദവല്ലിയുടെ അപ്പച്ചി ഭരണമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം കുറുപ്പിനേക്കാൾ അപകടകാരിയാണ് ആനന്ദവല്ലി. നിന്നെയും ദിയമോളെയും ദ്രോഹിക്കാൻ അവര് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെയ്തെന്നിരിക്കും. സൂക്ഷിക്കണം മോളെ. അമ്മായിയപ്പൻ പോരിനേക്കാളും നാത്തൂൻ പോരിനേക്കാളും ഇവിടുത്തെ അപ്പച്ചി പോരിനാണ് ഉച്ചിര്. പരമാവധി ഒഴിഞ്ഞും തിരിഞ്ഞും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദീമോളെ സൂക്ഷിക്കണം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ അച്ഛാ? ഉണ്ട്. വർഷമോൾക്ക് വിശേഷമുണ്ടല്ലോ. അച്ചമ്മയ്ക്കൊരാഗ്രഹം, വർഷയെ സഹായിക്കാൻ കുറച്ചു ദിവസം വിക്രമന്റെ വീട്ടിൽ കഴിയണമെന്ന്. അമ്മ വളരെ താല്പര്യം എടുത്ത് നിൽക്കുകയാ. അത് നല്ല കാര്യമാണല്ലോ. ഈ അവസരത്തില് അച്ഛമ്മ ഒപ്പം ഉണ്ടാവുന്നത് വർഷയ്ക്ക് നല്ല ആശ്വാസമായിരിക്കും. അച്ഛമ്മയെ കൊണ്ടാക്കാൻ വർഷയുടെ വീട്ടിലേക്ക് ഞാനും കൂടി വരാച്ചാ. വന്നാ വളരെ സന്തോഷമുണ്ട് മോളെ. നാളെ രാവിലെ തന്നെ പോണം. ശരി അച്ഛാ. ശരി മോളെ. മോളെ പടം വരയ്ക്കയാ? അല്ല, വന്ദനെന്താ ആലോചിക്കുന്നേ? വർഷയുടെ വീട്ടില് അച്ഛമ്മയെ കൊണ്ടാക്കാൻ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. ഞാനും കൂടെ പോവാന്ന് വാക്കു കൊടുത്തു. അതിനെന്താ, ഇടയ്ക്കിടയ്ക്ക് അനിയത്തി പോയി കാണേണ്ടത് ഒരു ചേച്ചിയുടെ കടമയല്ലേ? പക്ഷേ ഞാൻ മടങ്ങി വരുന്നത് വരെ ദീമോൾ ആരും നോക്കും? അതിനുത്തരം ദീമോള് തന്നെ പറയട്ടെ. മോളെ വാ. നിന്റെ വന്ദനാമ്മ നിന്നെ കൂട്ടാതെ വർഷാന്റിയുടെ വീട് വരുന്ന പോകുന്നു. വൈകുന്നേരം തന്നെ തിരിച്ചു വരും. അതുവരെ നിന്റെ കാര്യം ആര് നോക്കും? സില്ലി ക്വസ്റ്റ്യൻ. എന്റെ കാര്യം ജഗനാങ്കിള് നോക്കും. അപ്പോ നിനക്ക് വന്ദനമ്മ വേണ്ടേ? വന്ദനമ്മ വൈകിട്ട് ഇങ്ങ് വരുമല്ലോ, അതുവരെ ജഗനാങ്കിള് എന്നെ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അമ്പടിക്കേനി. ഇപ്പൊ നിനക്കിഷ്ടം ജഗനങ്കിളിനോടായോ? ജഗനങ്കിളാണെങ്കി എന്നെ ബൈക്കിൽ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരും.
വന്ദനമ്മയാണെങ്കിൽ കുറെ സങ്കടവും പറഞ്ഞ് മുഖവും വീർപ്പിച്ചിരിക്കും. ദേ ഇങ്ങനെ ചക്കരക്കുട്ടി. ഇതാരൊക്കെയാ? ഞങ്ങളെ അറിയോ? ഇത് നല്ല ചോദ്യം. വർഷക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും അച്ഛമ്മയും ഒക്കെ അല്ലേ? ഞങ്ങളെയൊക്കെ എങ്ങനെ അറിയാം? സ്വന്തം വീട്ടുവിശേഷങ്ങളൊക്കെ വർഷക്കുഞ്ഞു പറയാറുണ്ട്. മാത്രമല്ല മാധവ് സാറിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുമുണ്ട്. അയ്യോ, സംസാരിച്ചു നിന്നതുകൊണ്ട് അറിഞ്ഞില്ല. അകത്തോട്ട് കയറി വന്നാട്ടെ. ആ, പോക്കോ. അങ്ങോട്ടിരിക്കാം. ഇവിടെ ഇവിടെ ഇട്ടിരിക്കാം. ഇവിടെ ഇട്ടിരുന്നട്ടെ. ഇരുന്നോ മോളെ. കുഞ്ഞേ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. എല്ലാരും ഉണ്ടല്ലോ. അച്ഛാ, മോളെ അമ്മേ, അച്ഛമ്മയുടെ മക്കളിങ്ങി വാ. അച്ഛമ്മേ, ചേച്ചി. അമ്മയാവും പോകുന്ന സമയത്ത് ഞെട്ടലുണ്ടാക്കാത്ത സർപ്രൈസുകൾ കൊടുക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണെന്നാ അച്ഛമ്മ പറയുന്നത്. മോളെ, ഇതേ കുറച്ച് ഫ്രൂട്ട്സാ. എന്തിനാ അമ്മ ഇവ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത്? ഇവിടെ ഏട്ടൻ ഒരു ഫ്രൂട്ട് സ്റ്റോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ട് വരുമ്പോ വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. നിനക്ക് സുഖമാണ് മോളെ? ദൈവാനുഗ്രഹം കൊണ്ട് പരിപൂർണ സുഖം. കൂട്ടിന് വത്സല ചേച്ചി കൂടെ വന്നതോടെ സമയം പോകുന്നില്ല എന്നുള്ള പരാതിക്കും പരിഹാരമായി. മാനത്തെ കൊട്ടാ